ഒരുപാട് സിബ്ലിങ്സ് ഉള്ള ഒരു വീട്ടിൽ റെഫ്യൂജീസ് ആയ പാരന്റ്സിന് ജനിച്ച ഒരു മകന്റെ കഥയാണിത്. ബീരറ്റിലെ ഒരു സ്ലമ്മിൽ വളരുന്ന സെയിം ഒരുപാട് ഹാർഡ്ഷിപ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അതായത് പാരന്റ്സിന്റെ കെയർ ഇല്ലായ്മ, സെയിം തന്നെ ഒരു പെഡ്ലറായിട്ട് ജോലി ചെയ്യേണ്ട അവസ്ഥ, ഡ്രഗ് പെഡ്ൽ ചെയ്യുന്ന രീതിയിൽ ആളുടെ ചെറിയ സഹോദരിനെ പ്രേ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, ഹാർട്ട്ലെസ് ആയ ലാൻഡ് ലോഡ്സ്, ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയും അതിൽ നിന്നും ഒരു ഇനി ഇത് പറ്റില്ല എന്നുള്ള രീതിയിൽ വീട് വിട്ടിറങ്ങുകയും ചെയ്യുന്ന ഒരു ബാലന്റെ കഥയാണ്. അതിനുശേഷം അവൻ സ്വന്തം പാരന്റ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്, എനിക്ക് എന്തിന് ജന്മം തന്നു, എന്നെ നോക്കാൻ വയ്യെങ്കിൽ എനിക്ക് എന്തിന് ജന്മം തന്നു എന്നുള്ള രീതിയിൽ. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അൾട്ടിമേറ്റ്ലി അതിൽ അവരുടെ പാരന്റ്സിന്റെ പെർസ്പെക്റ്റീവ് കാണിക്കുന്നുണ്ട്. ദേ ആർ ഓൾസോ ഹ്യൂമൻ ബീങ്സ്. അവർക്ക് വേറെ നിവൃത്തിയില്ലാണ്ടാണ്, അവര് റെഫ്യൂജീസ് ആണ്. അവർ തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പേപ്പർ ഇല്ല, അത് കാരണം ഞങ്ങൾക്ക് ജോലി കിട്ടുന്നില്ല. ദേ ഡോണ്ട് നോ എനി ബെറ്റർ. അവർക്ക് ഇതിൽ കൂടുതൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാത്ത ഹാർട്ട് ബ്രേക്കിംഗ് ആയ ഒരു സിനിമയാണ്. ഇതിൽ കമന്റബിൾ ആയിട്ട് പറയേണ്ടത് അൽ റഫിയയുടെ അഭിനയമാണ്. അൽ റഫിയ എന്നുള്ള ബാലിനെ അവർ സെയിനായിട്ട് എടുക്കുന്നത്, കാസ്റ്റ് ചെയ്യുന്നത് ബീരറ്റിലെ ഒരു സ്ട്രീറ്റിൽ വെച്ചിട്ട് തന്നെയാണ്. ഹീസ് എ സ്ട്രീറ്റ് ചൈൽഡ്. ആള് അവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കാസ്റ്റിംഗ് ഡയറക്ടർ ആളെ കാണുകയും ആളോട് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുകയും ആളുടെ ഒരു ക്ലിപ്പ് എടുത്ത് ഈ സിനിമയുടെ ഡയറക്ടറിന് അയച്ചു കൊടുക്കുകയും